ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ല, അൽഹംദുലില്ലാ എനിക്കും ഫാമിലിക്കും സുഖം തന്നെ. ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് സ്നാക്സായി ഉണ്ടാക്കിയത് ചിക്കൻ സമൂസയും ഗ്രീൻ പീസ് വടയുമാണ്. ആദ്യം തന്നെ സവാളയെല്ലാം കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ചിക്കൻ കുരുമുളകും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചെടുത്തു. ചെറുതായി ക്രഷ് ചെയ്തെടുത്തു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുക്കുകയും ചെയ്തു. സ്റ്റവ് ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണയൊഴിച്ചു. അതിലേക്ക് അരിഞ്ഞെടുത്ത സവാള ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായി ഒന്ന് വഴന്നു വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയായി ചേർത്ത് കൊടുത്തത് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയുമാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നാം ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എല്ലാം കൂടി ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ സമൂസയുടെ ഫില്ലിംഗ് തയ്യാറായി. അതിനിടയിൽ തന്നെ ഞാൻ ഗ്രീൻ പീസ് വട ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീൻ പീസ് കുതിർത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇതേപോലെ ഒതുക്കി വെച്ചിരുന്നു. നന്നായി അരച്ചെടുക്കരുത്, ഇതേപോലെ ചെറുതായി ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവൂ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ കൊച്ചുമക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. അങ്ങനെ സ്റ്റവ് ഓണാക്കി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു. ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്തത് ഗ്രീൻ പീസ് വടയാണ്. അതിനുശേഷം സമൂസയും ഫ്രൈ ചെയ്തെടുത്തു. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തീ കൂട്ടുകയോ കുറക്കുകയോ ഒന്നും വേണ്ട, ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നല്ലവണ്ണം മുരിഞ്ഞു വരുന്നതാണ്. ആ എണ്ണയിൽ തന്നെ കുറച്ച് ഉന്നക്കായ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഒരു ബീഫ് പോളയും ഉണ്ടാക്കി, അതും മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഉണ്ടാക്കി, അവർ നോമ്പെടുക്കുന്നതല്ലേ, അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്നാക്സ് തന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ തയ്യാറാക്കിയത് നെയ്പത്തിരിയും ചിക്കൻ കറിയുമാണ്. തിരിയും ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തു. ഡ്രിങ്കും ഉണ്ടാക്കി, ഷേക്കും ഉണ്ടാക്കി എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. ഇതെല്ലാമാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ എല്ലാവരും നോമ്പ് തുറക്കുകയും ചെയ്തു. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.